സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ഇപ്പം നമ്മുടെ അടുത്ത പാട്ടായിട്ട് പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശരിക്കും എക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞ വണ്ടിയും കൊണ്ടായിരുന്നു. ഈ തവണ നമുക്ക് കൊമ്പനം കൊണ്ട് പോകാം, കൊമ്പൻ്റെ യോദ്ധാവ്. അന്നേരപ്പം നമ്മൾ കഴിഞ്ഞ ടൂർ മോഡായിരുന്നു. അപ്പം ഞാൻ ഒരു ടൂറ് പോയിട്ട് വരികയാണ്. അങ്ങേ ഈ മലയിലല്ല, ഏകദേശം ഇനി ഇച്ചിരി ദൂരം കൂടെ പോകണം. നമുക്ക് നേരെ ഇതാണ് കേട്ടോ സ്പോട്ട്. ഇഷ്ടംപോലെ സ്പോട്ട് ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇതാണ് മെയിൻ സ്പോട്ട്. പക്ഷേ ഇതിൻ്റെ 4-5 കുറേ സർക്കസ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ യോദ്ധാവ്. വണ്ടിയുടെ ഇൻറ്റീരിയർക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമായിരിക്കും. ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ്. നമുക്ക് കയറാൻ പറ്റും. ഇല്ല, ഇതുണ്ട് വൈപ്പറൊക്കെ ഓണാണ്. മഴയായിരുന്നു, എന്നാലിപ്പം ഞാൻ വൈപ്പറൊക്കെ ഓഫാക്കാൻ മറന്നു പോയി. ഇവിടെ ആയിരുന്നു. നമുക്ക് നേരെ സ്പോട്ടിലോട്ട് വിടാം. വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. സ്കിപ്പ് അടിച്ചു വിടാം. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓഫാക്കട്ടെ. ന്യൂട്രലുണ്ട്. എനിക്ക് ഇൻറ്റീരിയർ ഇഷ്ടം. ഇതാണ് നമ്മുടെ വ്യൂ, ഇൻറ്റീരിയർ വ്യൂ. ഇവിടെ നമ്മുടെ ഡോർക്ക് ഇവിടെ ഓണായിട്ടുണ്ട്, ഓഫായിട്ടുണ്ട്. ഒക്കെ എന്നാലും പോയേക്കാം. ഫാസ്റ്റിലിട്ട് വണ്ടി ഐശ്വര്യമായിട്ട് അപ്പം ശരിയായ പൂമാടം നേരെ വെച്ച് പിടിക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് നേരെ പുട്ടടിക്കാം. അപ്പം നമ്മൾ ഈ മോഡല്ലായിരിക്കും. ഇനി ഇവിടെ നിൽച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബൈ ദ ബൈ, എല്ലാവർക്കും മേരി ഹാപ്പി ഓണം. ഇന്ന് ഞാൻ തിരുവോണത്തിൻ്റെ അന്നാണ് ഗൈസ്. ഇന്ന് എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എടുത്തിട്ടു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താഴെ കമൻറ്റ് ഇടുക ഹാപ്പി ഓണം. ടീച്ചർക്ക് വിഷ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ ആരും കമൻറ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്നാ ചെയ്യണമെന്നൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഒരു കമൻറ്റ് ഇടുക. അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലായില്ല. അതായത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ വീഡിയോ ചെയ്യാനിരുന്നതായിരുന്നു. അന്നേരപ്പം നിങ്ങളാരും കമൻറ്റ് ചെയ്യില്ല. പിന്നെ ഞാനെന്താ ചെയ്യും? അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. ഇതാണിപ്പം നടന്നത്. എവിടെ കയറാൻ പറഞ്ഞു നമ്മളെ പറപ്പിച്ചില്ല. ആരും ഒരു കമൻറ്റ് പോലും ചെയ്തിട്ടില്ല. എന്നാലും നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിച്ചാൽ അതിനേക്കാളും ഒക്കെ നല്ലത് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കുന്നതാണ്. രണ്ടും വേണം. ഇത് മണ്ണയാണ് ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ഈ വഴി തന്നെ കുഴപ്പമില്ല. ഫസ്റ്റ് ഇട്ടിട്ട് കയറുമ്പോൾ വെച്ച് കയറ്റാം. നല്ല കൂളായിട്ട് കയറുമ്പോൾ അല്ലേ, കൂളായിട്ട് ഇപ്പോൾ കൂളായനെ. ഫസ്റ്റ് ടൈമാണ്, കുഴപ്പമില്ല. ഇച്ചിരി സൈഡിൽ നിന്ന് നമുക്ക് ഗോൾ അടിച്ചുകൊണ്ട് വരാം. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ ഏതോ ഒരു വണ്ടിയാണ്. ഫസ്റ്റാണ് ഇച്ചിരി പടിയുണ്ടായിരുന്നു കേട്ടോ. കേറ് അടി പൊട്ടിയതാണ്. പക്ഷെ ലൈഫ് കുറഞ്ഞു. 90,000 എൻ്റെ കയ്യിലിപ്പോൾ ആകെ 5,000 രൂപ. ഇത് കഴിയുമ്പോൾ 5,000 രൂപ 45,000 രൂപ കിട്ടും. ഇച്ചിരി ചടങ്ങ്. അപ്പോൾ ഒരു 50,000 രൂപ കിട്ടും.
ഇവിടെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് കാണിക്കാതെ ഇവിടെ നിർത്താം. ഇവിടെ ആയിരുന്നു ഫസ്റ്റ് ലൊക്കേഷൻ. ഇവിടുന്ന് ഇത് ഒരു പസിലാണ് മുന്നിൽ കാണാൻ പച്ച പോലത്തെ സാധനം. അത് പസിലാണ്. അതായിരുന്നു സംഭവം. ഞാൻ ആ പസിൽ ഫുള്ള് പോയില്ല. പിന്നെ നേരം വൈകിക്കണ്ടല്ലോ നോക്കണ്ട. കുഴപ്പമില്ല. മതി. ഇത് 2 അല്ലായിരുന്നു നമ്മളിപ്പം വന്ന വഴി. എനിക്ക് 1 ആയിരുന്നു. അതാണ് ഇവർ ക്രോസ് കയറിയത്. അതുകൊണ്ടാണ് മാപ്പും കാണിക്കുകയല്ല. റോങ് സൈഡാണ് തോന്നുന്നത്. ഞാൻ ട്രാഫിക് ലോ ആയിട്ടാണ് ഷൂട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും വണ്ടി നേരെ പറക്കിട്ട് ഓടിക്കൊണ്ടിരുന്നത്. എനിക്ക് ട്രാഫിക് ഇല്ലാതെ ഇഷ്ടം. നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റിൽ പറയട്ടോ. എന്നാലും മാക്സിമം വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ വേണമെന്നുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ അത്യാവശ്യം നല്ല ലോങ് ആയിരിക്കും പോകാൻ. നല്ല ലോങ് ടൂറായിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാൻ പറ്റുമോ നമ്മുടെ ഇതിനകത്ത് ഈ ആൾക്കാരിങ്ങനെ വഴി വെച്ച് കൂട്ടിയല്ലേ, അത് ആ മോഡ് അതായത് അങ്ങനെ ആക്കുന്നതെന്നൊന്ന് പറയാമോ? ഇനി പുതിയ അപ്ഡേഷനിൽ മാറിപ്പോകുമെന്ന് എനിക്കറിയത്തില്ല. അതൊന്ന് പറയണേ. അറിയാവുന്നവർക്കൊന്ന് പറയണേ. അന്നേരപ്പം ഹാപ്പി ഓണം. അപ്പം ഹാപ്പി ഓണത്തിനുള്ള വീഡിയോ ഉണ്ടല്ലോ. ഏതോ ഒരു പരസ്യമാണ്. കറക്റ്റ് ഹാപ്പി ഓണമായിരുന്നു. നമ്മുടെ കേരളം മാത്രമേ ഓണം ആഘോഷിക്കുന്നുള്ളൂ. ഇതോ ഇനി നമ്മുടെ ഇന്ത്യയൊക്കെ ആഘോഷിക്കുന്നുണ്ടോ? ഇന്ത്യ ഫുള്ള്? അതെനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഒന്ന് കമൻറ്റ് അടി. ഇനി പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ നല്ല പ്ലേ സ്റ്റേഷനും നമ്മുടെ മറ്റേ സംഭവങ്ങളൊക്കെ മേടിക്കാൻ കഴിച്ചു. പൈസ നിങ്ങൾ ഡൊണേഷൻ ചെയ്ത് പൈസ ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ മേടിച്ചത്. എനിക്ക് ഏറ്റവും ആഗ്രഹം സ്റ്റീരിംഗ് വീൽ മേടിക്കാൻ. പക്ഷെ 50,000 രൂപ. അടിക്കാൻ ആരും പറയുന്നു. ഗൈസ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നമുക്കിനി നെക്സ്റ്റ് ലൊക്കേഷനിൽ പോകുമ്പോൾ 2 മാപ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സംഭവം വന്നിട്ട് എന്തെങ്കിലും പൈസ ഇല്ല. ഇവരാണെങ്കിൽ ഒരു 10 പൈസ പോലും ചിലവാക്കിയില്ല. നമ്മൾ തന്നെ ചിലവാക്കണം. നടക്കുന്ന കാര്യമാണ്. നടന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ പെട്രോളിൻ്റെ പൈസ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയാൽ ആ ട്രിപ്പ് അവിടെ വെച്ച് അവസാനിക്കും. പിന്നെ 2-3 മണിക്കൂർ ഇവിടെ എത്തി. ചെറുതായിട്ട് ഡ്രിഫ്റ്റ് വന്നായിരുന്നു. സെക്കൻഡ് കയറാൻ വേണ്ട, ഫസ്റ്റ് കളി. ന്യൂട്രൽ വേണ്ട ഫസ്റ്റ് കളി. ഇവിടെ കയറും വെച്ചിട്ട് ആ ഷീറ്റ് തട്ടാതെ കുഴപ്പമില്ല. കയറി നമുക്ക് സ്കിപ്പ് അടിച്ചു തരാം. എത്ര രൂപ കിട്ടിയോ?
കണ്ടോ ഭയങ്കര ഓവറാണ്. കാരണം ഇപ്പോൾ 26% ഗോട്ട് ഓഫ് ടോട്ടൽ ഇൻകം 19. നമ്മൾ 19,000 രൂപ ലെവലാക്കിയോ. ടോട്ടൽ 100% ബോണസ് ഇട്ട് ഡബിൾ ദ ഇൻകം. നോ താങ്ക്സ് കൊടുക്കണ്ട. അത്ര കഷ്ടപ്പെട്ട് എണ്ണയും ചിലവാക്കി ഓടിക്കുന്ന നോ താങ്ക്സ്. ഫുള്ള് തന്നെ പറ്റി ലാഗ് ഇതന്നെ. കുഴപ്പമില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. നമ്മളെ ഫൈനലി എത്തിയിട്ടുണ്ട്. നമുക്ക് ലോങ് ഡ്രൈവ് പോവാം. ബീച്ച് സൈഡാണ് ക്യാൻസൽ കൊടുക്കുക. അപ്പം നമ്മൾ പോയത് 24,000 കൂടുതൽ രൂപ കിട്ടി. ഓക്കെ, മേ ബി ട്രിപ്പ് 35 രൂപ എല്ലാം കുറവാണ്. ഇതല്ല നമ്മൾ ഏതാ പിടിച്ച് ഞെക്കിയത്. നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഒരു ഫയൽ ചെയ്യുന്നു, ഡൗൺലോഡ് ആവട്ടെ ഗായ്സ്. എന്താ ഞാൻ പറയാം ഗായ്സ്, നമ്മുടെ ഫയലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇതല്ലല്ലോ പള്ളി. ഇത് അത്രയ്ക്ക് കുറവെണ്ണത്തിനായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് വിടാം അല്ലേ. ബീച്ച് സൈഡാണ്, എന്തായാലും പൈസ കിട്ടുമായിരിക്കും. ഗായ്സ്, ഇതൊന്ന് ലോഡായി വരട്ടെ. ഗായ്സ്, നമ്മുടെ ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ വിട്ടേക്കാണ്, പറഞ്ഞ് താമസിക്കണ്ട. ഗെയിമോ പറയാനില്ല, അത്ര കളി പൊളിയാ. അതായത് എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണെന്ന് ചെറിയൊരു ലാഗ് ഇടയ്ക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഈ മറ്റേ പരസ്യമില്ലേ, ഭയങ്കര ഇതാണ്. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ടാണ്
ഇങ്ങോട്ടാ പോകേണ്ടതെന്ന് തോന്നുന്നു. കൂടാതെ പറപ്പിച്ച് വിടാം. നമുക്ക് ഇങ്ങോട്ടാണ് വേണ്ടത്. നമുക്ക് നേരെ വിട്ടാണ് ഉറപ്പിച്ചു പോലെ ഞാൻ ഇനി അടുത്ത പാട്ടില്ല ഒന്നും സംസാരിക്കുകയില്ല. വണ്ടിയുടെ ഇത് മാത്രം, വണ്ടിയുടെ എൻജിൻ സൗണ്ട് മാത്രം ഞാൻ ആസ്വദിച്ച് നിങ്ങളുടെ ഓക്കെ സോറി അയ്യോ അവൻ അതിൻ്റെ ഇടയ്ക്കോടെ എടുത്തോണ്ട് ഞാൻ നോക്ക് എന്ത് അവനെ കണ്ടില്ലല്ലോ. ഞാൻ അടുത്ത് തീർന്നത്. പക്ഷെ പ്രായത്തിന് ഇടിച്ചിടിച്ച് ഷാഡോ ഇച്ചിരി മോശം. ആ അവന്മാരെ ഗ്രാഫിക്സ് കൂട്ടണമായിരുന്നു. ഷാഡോ ഇച്ചിരി കുറവാണ്. സ്കിപ്പ് അടിക്കാം. നടക്കുന്നു. ഞാനടുത്ത വണ്ടി കഴിക്കുന്ന സ്ഥലമായിരിക്കും. വണ്ടി ഉണ്ടാവും ശ്രദ്ധിച്ചില്ല. ഒരു ഡിമ്മ് പറഞ്ഞത് എനിക്ക് എപ്പോഴും അകത്തെ വീട്ടുകൊണ്ട് ഓടിക്കുന്ന ഭയങ്കര ഇഷ്ടം. എന്നാലും ശരിക്കും ഒരു വണ്ടി ഓടിക്കുന്ന ഫീല് കിട്ടും. അല്ലെങ്കിൽ ചുമ്മാ ഭയങ്കര ഒരു സുഖമില്ല. പിന്നെ ഹാപ്പി വേണം. നിങ്ങൾ സദ്യയൊക്കെ ഒരുക്കി അത്തപ്പമൊക്കെ ഇട്ടെങ്കിൽ പറയാം. ഇവിടെ അത്തപ്പം ഇട്ടില്ല, പോകുന്നില്ലായിരുന്നു. ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ മേടിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് അത്തപ്പൂവിൻ്റെ അടുത്തപ്പോഴൊന്നും നോക്കിയില്ല. സദ്യ ഉണ്ടായിരുന്നു. പിന്നെ സദ്യ മാത്രമല്ല, നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. കടയിൽ നിന്ന് മേടിച്ചാണ് പായസം. നല്ല അസല് സൂപ്പർ പായസമായിരുന്നു. എനിക്ക് അപ്പടി ഇഷ്ടം. പാലടയായിരുന്നു പായസം. സിസ്റ്റയിലാണ് കേട്ടോ അത്. അപ്പം ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ശരിക്കും 172 74 കൂട്ടാം. കാരണം ഞാൻ പോയിട്ട് 74 75 പോയായിരുന്നു. 72 എന്നാലും ഒരു 70 കിട്ടിയിട്ടുണ്ട്. 70 കൂട്ടി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ലോഡായി വരട്ടെ. ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞാൻ എൻ്റെ പാർട്ട് 2 ഇടാം ഗൈസ്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടിപ്പം കറക്റ്റായിട്ട് വന്നില്ല ഗൈസ്, അതുകൊണ്ടാണ്. അതപ്പം ഞാൻ എൻ്റെ പാർട്ട് 2 ഇറക്കാൻ ഞാൻ ആ മാപ്പ് ലോഡായി കഴിഞ്ഞ് ഞാൻ ഇച്ചിരിയും കൂടെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പാർട്ട് 2 അല്ല, ഇനി അടുത്ത പാർട്ട് 3 ആണല്ലോ. എന്നപ്പം പാർട്ട് 3 ഇട്ടേക്കാം. അന്നേരപ്പം എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നപ്പം ഹാപ്പി ഓണം. പീസ് ഔട്ട്.